ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല സ്വാദാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുണ്ടാക്കിയൊരു ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലി ആണെങ്കിൽ ഈ ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറവായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് ബ്രൗണായി വരുന്ന വരെ വഴറ്റണമെന്നൊന്നും ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നല്ല പോലെ കുറച്ച് കരിവേപ്പിലയും 2 മീഡിയം സൈസ് തക്കാളിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് അരച്ചെടുക്കുക. കടുകും മുളകും കരിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള ഒരു ചട്നി റെഡിയായിട്ടോ. അപ്പോൾ ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.